അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും ജീവിതത്തിൽ റഹ്മത്തും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തും നാം എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ശിഫാ നൽകട്ടെ. വീഡിയോയുടെ കമൻറ്റിൽ കുറേ ആളുകൾ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ച നൽകി ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും ബറക്കത്തും സന്തോഷവും സമാധാനവും നൽകി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം എല്ലാവരുടെയും മനസ്സിൽ നല്ല ഉദ്ദേശങ്ങളും നല്ല ആഗ്രഹങ്ങളും നല്ല മുറാദുകളും നല്ല സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് നാമൊക്കെയും. എന്നാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നാണ് നാമൊക്കെയും എപ്പോഴും ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളെക്കൊണ്ടും പ്രയാസപ്പെട്ട് ജീവിതത്തിൽ വലിയ ടെൻഷൻ അടിക്കുന്നവരാണ് നാമൊക്കെയും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നാം ഉദ്ദേശിക്കുന്ന കാര്യം നാം ഉദ്ദേശിക്കുന്നതിനേക്കാളും വേഗം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഇസ്ലാമിക ആത്മീയ വഴികൾ നമ്മൾ കേട്ടവരാണ്, കണ്ടവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾക്ക് ഓരോ സൂറത്തുകൾക്കും പ്രത്യേക മഹത്വങ്ങളുണ്ട്. ഓരോ സൂറത്തും ഓതിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ദുനിയാവിൽ എല്ലാവർക്കും പല ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അതൊക്കെയും പെട്ടെന്ന് ഹാസിലായി കിട്ടാനുള്ള ഒരുപാട് എളുപ്പ വഴികൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയ ഒരു രൂപമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെയും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ വലിയ പ്രതിഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ് എന്ന സൂറത്ത്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കുക, എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. സൂറത്തുൽ ഫത്ഹിൻ്റെ മഹത്വങ്ങൾ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ പറഞ്ഞത് കാണാം. നമ്മുടെ എന്ത് കാര്യങ്ങളാകട്ടെ, എന്ത് ആഗ്രഹങ്ങളാകട്ടെ, എന്ത് സ്വപ്നങ്ങളാകട്ടെ അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ നാം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന വലിയ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ എന്നിവയൊക്കെ നീങ്ങിക്കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് 21 വട്ടം അല്ലെങ്കിൽ 41 വട്ടം ഇതിൽ ഏതും നമുക്ക് സ്വീകരിക്കാം. 21 വട്ടം നമുക്ക് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ 21 വട്ടം സ്വീകരിക്കാം, അല്ലെങ്കിൽ 41 വട്ടം സ്വീകരിക്കാം. ഏതും നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് സൂറത്തുൽ ഫത്ഹ് 7 ദിവസം തുടരെ ഓതുക. 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 41 പ്രാവശ്യമോ സൂറത്തുൽ ഫത്ഹ് തുടരെ 7 ദിവസം ഓതുക. ഇങ്ങനെ ഓതിയാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ഹലാലായ എന്ത് ആഗ്രഹമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് അതെല്ലാം നിറവേറിക്കിട്ടും.
കടം വീടാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് നടന്നു കിട്ടും. അതുപോലെ നമുക്ക് നല്ലൊരു വീടാണ് ആഗ്രഹമെങ്കിൽ അത് പെട്ടെന്ന് അള്ളാഹു നിറവേറ്റിത്തരും. അതുപോലെ നമുക്ക് സ്വാലിഹായ സന്താനങ്ങളാണ് വേണ്ടതെങ്കിൽ നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ഇങ്ങനെയുള്ള നല്ല ഹലാലായ എന്ത് ആഗ്രഹമായിക്കോട്ടെ അള്ളാഹു നമുക്ക് പെട്ടെന്ന് അത് നിറവേറ്റിത്തരും. അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം അള്ളാഹു തആല നമ്മിൽ നിന്നും എടുത്തു കളയും. അത്രയധികം മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, സൂറത്തുൽ ഫത്ഹ് എല്ലാ ദിവസവും ഒരാൾ പതിവാക്കിയാൽ അവൻ്റെ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെടും. അഥവാ അവൻ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടും അത് നടക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ടാവും, അതെല്ലാം നടന്നു കിട്ടും. അതുപോലെ തന്നെ അവൻ്റെ ആഖിറത്തിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ കാര്യങ്ങളും വിജയിക്കും. സൂറത്തുൽ ഫത്ഹ് പതിവാക്കുന്ന ആളുകൾക്ക് വിഷമങ്ങളോ ടെൻഷനോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ അള്ളാഹു നീക്കം ചെയ്യും. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവൻ, അവന് വലിയ മലയോളം കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വീട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടവൻ സൂറത്തുൽ ഫത്ഹ് പതിവാക്കിയാൽ അവന് ജയിൽ മോചനം ലഭിക്കും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്രയധികം മഹത്വവും ശ്രേഷ്ഠതയുമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹിന് ഒരുപാട് മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ, നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ രോഗത്തിൽ നിന്നും, അതുപോലെ എല്ലാ പ്രയാസത്തിൽ നിന്നും, വിഷമത്തിൽ നിന്നും, ടെൻഷനിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഭാവികളായ സാധുക്കളായ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. നാം എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു സമാധാനവും ഇസ്സത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.